അപ്പോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ കാണിക്കാം കേട്ടോ. അത് ഞാൻ ഓൺലൈനിൽ ഷോപ്പ് ചെയ്ത സാധനങ്ങളും അങ്ങനെ എനിക്ക് കിട്ടിയതും എല്ലാം കൂടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കുഞ്ഞു മോർണിംഗ് വ്ളോഗാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ആദ്യം തന്നെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മദ്രസയിൽ എക്സാം സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കുന്നുണ്ട് എല്ലാവരും. 5-5:30 മണിക്ക് അങ്ങനെ എണീറ്റിട്ടുണ്ട്. പിന്നെ സുബിയെല്ലാം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിക്കാനിരിക്കും. 6:30 മണിക്ക് എക്സാം സ്റ്റാർട്ട് ആവും. അതുകൊണ്ട് തന്നെ സ്കൂളത്തെ യൂണിഫോം നേരത്തെ തന്നെ ഇട്ടിട്ടാണ് പോവുക. കാരണം വന്നു കഴിഞ്ഞാൽ ഒട്ടും ടൈം ഉണ്ടാവില്ല. വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം പോവട്ടാ. അങ്ങനെ അമ്മനെ പക്ഷേ കുഴപ്പമൊന്നുമില്ല, വേഗം 7:30 മണിക്ക് തന്നെ എത്തും. പിന്നെ ബോയ്സിനെക്കാട്ടും പാട് ഗേൾസിനായിരിക്കും. കാരണം ഡ്രസ്സ്, പെയിന്റും കുപ്പായും അതിൻ്റെ കോട്ടും പിന്നെ കുറേ കാര്യങ്ങൾ, മുടി വാരണം, സ്കാർഫ് ഇടണം, അതെല്ലാം ഉണ്ടല്ലോ. ഇവർക്കാകെ പെയിന്റും കുപ്പായും മാത്രം ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ അമ്മന് പോയിട്ടുണ്ട്. അടുത്തത് 2 മക്കളെയും മദ്രസയിൽ കൊണ്ടാക്കണം. ഇപ്പം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഇരുട്ടൊന്നല്ല, ചെറുതായിട്ട് മഴ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇരുടാ പിടിച്ച പോലെയാണ് ഉള്ളത്. ഈ ഒരു വഴിയിലൂടെയാണ് ഞാൻ അവരെ കൊണ്ടാക്കുന്നത്. പക്ഷേ വേറെയും റോഡുണ്ട് കേട്ടോ. ഇത് ഷോർട്ട് കട്ടായതുകൊണ്ട് ഇതിലൂടെയാണ് പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ടൻ ചായയും നമ്മുടെ പാർലേജിൻ്റെ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. പിന്നെ മക്കളെ മുന്നേ ഞാൻ കഴിക്കുകയൊന്നുമില്ല. അവർ പോയതിന് ശേഷമാണ് ഈ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടുള്ളത്. ഓലിക്ക് ഞാൻ എന്തെങ്കിലും പയോ അങ്ങനെയെല്ലാം കൊടുക്കും. ഇന്ന് മുതൽ എൻ്റെ ടൈമിംഗ് എല്ലാം മാറ്റാണ്. ഞാൻ മൊത്തത്തിൽ നന്നാവാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞതിൻ്റെട്ടാണ്. മോൾക്ക് ഇന്ന് ഇവരെ കൂടെ തന്നെയാണ്, ചെറിയ മോക്കും. അതുകൊണ്ട് തന്നെ ഓളെയും നേരത്തെ എണീപ്പിച്ചിട്ടുണ്ട്. തലേന്ന് ചെയ്യാൻ ബാക്കിയുള്ള വർക്കെല്ലാം ചെയ്യുന്നുണ്ട്. ടൈം ടേബിൾ എടുത്ത് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള മക്കളെല്ലാം തലേന്ന് തന്നെ ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ ഓരെല്ലാം പോയതിന് ശേഷമാണ് ഇവൾ എണീപ്പിക്കലും ഓളെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കൽ. എന്നിട്ട് പിന്നെ 10:15 സ്കൂളിൽ എത്തിക്കല. പക്ഷേ ഞാൻ 10:30 കേട്ടോ, എന്തായാലും ലേറ്റ് ആയി പോകും. ആ സമയത്ത് തന്നെയാണ് അവർക്ക് ലഞ്ചും സ്നാക്സും കൊടുത്തു വിടൽ. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാൻറ്റീനിൽ ഫുഡ് വന്നിട്ടുണ്ടേനും. അതുകൊണ്ട് ഞാനിപ്പോൾ ക്യാൻറ്റീൻ തന്നെയാണ് കൊടുക്കല്. നല്ല ചൂടാല ചോറും കറിയും കിട്ടുമെന്ന് പറയും മക്കള്. ഇപ്പൊ കാണിക്കുന്നത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ചെമ്മീൻ റോസ്റ്റ് ആണ്. അത് നൂൽപ്പിട്ടുണ്ട്. അത് ഇടിയപ്പത്തിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് വെക്കലാണ്. ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പം കറികളുണ്ടൊന്നും ആവശ്യമില്ല. ഞാൻ സാധാരണ ലഞ്ചിന് കൊടുക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇത് സ്നാക്കായിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ അമ്മന് മദ്രസയും വിട്ട് വന്ന് ഓന് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വെള്ളം വലിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ കിണറുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ ചെമ്പിൽ വെള്ളം വലിച്ച് ഉണ്ടാക്കുന്നുണ്ട്. വാട്ടർ ബോട്ടിലെല്ലാം നിറച്ച് വെക്കണം. ആമീസിൻ്റെ പത്തിരിപ്പൊടി കൊണ്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. നമ്മളെ റേഷൻ അരിയില്ലേ, അത് പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ഇടിയപ്പവും എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. കുറച്ച് പച്ചരിയും കൂടി മിക്സ് ആക്കിയാൽ മതി. അതിപ്പോൾ തീർന്നു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പൊടിപ്പിക്കണം. റേഷൻ പീടിയിൽ നിന്ന് അരിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉപ്പും പച്ചവെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും. ഇടിയപ്പം മാത്രമല്ല കേട്ടോ, നമുക്ക് കുഞ്ഞിപ്പത്തിലും എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിൽ മുന്നേലും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നാടൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിലുണ്ട്. പിന്നെ ഈ ഒരു ഇഡ്ഡലി പാത്രമാണ്. ഇതിലേക്കാണ് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെൻ്റെ പഴയതാണ്. ഞാൻ വരുമ്പം പുതിയത് കൊണ്ടുവന്നിട്ടില്ല, അവിടെ വെച്ച് മറന്നുപോയി. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചിലപ്പം ഈ മാസം ലാസ്റ്റ് കിട്ടുമായിരിക്കും. ഞാൻ എന്തായാലും കാണിക്കും കേട്ടോ. അത് വലിയ ഇഡ്ഡലി പാത്രമാണ്. അതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം. ഇതാകുമ്പോൾ ഞാൻ 3-4 ട്രിപ്പ് ആക്കി എടുക്കണം. ഞാനിങ്ങനെ ആക്കുന്ന കണ്ടിട്ട് മോള് വിചാരിക്കുന്നുണ്ട് ഭയങ്കര സിമ്പിളാണ്, അവൾക്ക് വേഗം ആക്കിയെടുക്കാൻ പറ്റും. ഞാനും ആക്കാം ഉമ്മ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പിന്നീട് ആക്കാതെ, കാരണം ഇപ്പം എന്തായാലും ടൈമില്ല. ചെമ്മീൻ മസാല വെച്ചിട്ട് ഇവളെന്താ ആക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നോട് മറന്നു പോയിട്ടാ ഇതിൽ മസാല നിറയ്ക്കാന്. അപ്പം ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് മസാല ഇല്ലാണ്ടാണ് ആക്കിയിട്ടുള്ളത്. ഇപ്പം കാണിക്കുന്ന ഈ ഒരു ചാറുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്, അയിലയാണ്. അപ്പം ഈ ഒരു ചട്ടിച്ചാറ് ഞാൻ ഇതിൽ മുന്നേ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. വീണ്ടും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ രാവിലെ ഈ ഒരു കറിയും നമ്മുടെ പരുത്തിപ്പത്തിൽ, ഞാൻ എപ്പോൾ ഉണ്ടാക്കുന്ന പരുത്തിപ്പത്തിലും കൊടുക്കുക. സ്നാക്കായിട്ട് മക്കൾക്ക് ചെമ്മീൻ വെച്ചിട്ട് ഇടിയപ്പവും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അമ്മന് സ്കൂളിലേക്ക് അവിടെ ചോറും കറിയെല്ലാം ഉണ്ടാവുമല്ലോ ലഞ്ചിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു റോസ്റ്റ് സൈഡായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. മീനൊന്നും ഉണ്ടാവില്ല എന്ന് പറയലുണ്ട്. അപ്പം സാമ്പാറും കറിയെല്ലാം ഉണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് കൊടുക്കാമെന്ന് വെച്ചതാണ്. പക്ഷെ പാളിപ്പോയി. ആദ്യത്തെ ട്രിപ്പ് തന്നെ മസാല വെക്കാണ്ടാക്കിയതുകൊണ്ട് ഇനി ഫുൾ അങ്ങനെ തന്നെ ആക്കാം. പിന്നെ അവർക്ക് മിക്സ് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പരുത്തിപ്പത്തിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാം. നമ്മൾ ഒരിക്കലും പരുത്തിപ്പത്തിൽ മിസ്സാക്കൂല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈസി പത്തിലാണത്. അപ്പം രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ ഇടിയപ്പത്തിൽ മസാലയെല്ലാം നിറച്ചിട്ട് സെറ്റപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം എന്തായാലും മക്കൾക്ക് മസാല നിറച്ചിട്ടാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു കറിയും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ചോറിന് കഴിക്കാനെല്ലാം. ഈ ഒരു ചാറുണ്ടെങ്കിൽ ചോറും ചപ്പാത്തിയും എല്ലാത്തിൻ്റെ ഒപ്പരം മാച്ചാണ്. പിന്നെ പരുത്തിപ്പത്തിൽ ഈ ഒരു ആമീസിൻ്റെ പൊടി സെയിം
ഈ ഒരു മാവ് കൊണ്ട് തന്നെയാണ് ഞാൻ ചുട്ടെടുക്കൽ. അപ്പോൾ ഞാൻ ഇടിയപ്പം ഈ ഒരു ആവി പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നില്ല, ഇത് ചെറുതാണ്. ഈ ഒരു മക്കൾക്ക് എന്തായാലും ഞാൻ 2-3 ട്രിപ്പ് ഉണ്ടാക്കേണ്ടി വരും, സമയം ലേറ്റ് ആവും. പിന്നെ വേഗം ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മതി, വേഗം തന്നെ ആയി കിട്ടും. പിന്നെ ഒരു മോള് ഇന്ന് യൂണിഫോം ഇടാണ്ടേനും പോയിട്ടുള്ളത്, കാരണം തലേന്ന് എന്നോട് മറന്നുപോയി, ഉണങ്ങിയിട്ടില്ല. ടോപ്പ് മാത്രം എന്നോട് അയലിലെ ആറിയുടെയും വിട്ടുപോയതാണ്. അപ്പം അത് അവന് ഇസ്തിരി ഇടുന്നുണ്ട്, നമ്മൾ അയൺ ചെയ്യുക, അതാണ് ഇസ്തിരി ഇടൽ. അപ്പം അത് അവന് എല്ലായിടത്തും ഓൻ തന്നെയാണ് ഇസ്തിരി ഇടൽ. അതുകൊണ്ട് എനിക്ക് ആ പണി കുറേ കുറഞ്ഞ പോലെയാണ്. എനിക്ക് ഇവിടെ നിന്നല്ല അയൺ ചെയ്യൽ, ഡൈനിങ് റൂമിൻ്റെ ഭാഗത്താണ്. പക്ഷേ അവിടുത്തെ സ്വിച്ച് ബോർഡ് പോയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൺബോക്സിംഗ് ആണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ എല്ലാ സാധനങ്ങളും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. ഇപ്പം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം ഇത് ഒരുമിച്ചിട്ട് കിട്ടിയതാണ്, എല്ലാം ഒരുമിച്ച് വാങ്ങിച്ചതല്ല. ഓരോ മാസം പിന്നെ ഒരു 2 ആഴ്ച മുന്നേ എല്ലാം കിട്ടിയതാണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്നാക്സ് ബോക്സ് ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ കുറേ സെർച്ച് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ സ്പൂണും അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ അടിയിൽ സ്റ്റീലാണ്, പിന്നെ അതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക്കും ഉണ്ട്. ഇതിൽ മുന്നേ നിങ്ങൾ കണ്ട 3 സ്നാക്സ് ബോക്സും പഴയതായിരുന്നു, 2 കൊല്ലം മുന്നേ ഉള്ളതാണ്. അതേപോലെ കുറച്ച് വലിയ ഒരു ബർഗർ പോലെയോ സാൻഡ്വിച്ചോ അങ്ങനെയൊന്നും വെക്കാനും പറ്റൂല. അപ്പം ഇതാകുമ്പം സ്റ്റീലല്ലേ, അങ്ങനെ വാങ്ങാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് പറയാൻ പറ്റൂല ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ളതോ അങ്ങനെയൊന്നുമല്ല, പക്ഷേ കാണുമ്പോൾ നല്ലതാണ്. ഞാൻ കുറേ സെർച്ച് ചെയ്ത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് നോക്കിയിട്ടാണ്, വല്ലാണ്ട് പൈസ കൂടുതലുള്ളതൊന്നുമല്ല. 240 തോന്നുന്നു ഒന്നിനാണ്. അപ്പോൾ രണ്ടിനും കൂടിയിട്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്, സ്പൂണുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര തന്നെ എമൗണ്ട് ഉണ്ടാവും. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഇതിലും കൂടുതലുണ്ടാവും, ഇങ്ങനത്തെ നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിന് തന്നെ. പിന്നെ ഞാൻ കുറേ നോക്കിയിട്ട് മേടിച്ചതാ, ഒന്നും കൂടി ഇനി മേടിക്കണം. കാരണം ഇവിടെ 2 എണ്ണം കണ്ടിട്ട് തന്നെ അടിയായിട്ടുണ്ട്. അപ്പം ചെറിയ മോള് കാണാണ്ടാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം ഓള് കണ്ടു കഴിഞ്ഞാൽ ഓൾക്കും വേണ്ടി വരും. ഞാൻ പിറ്റേന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ മോൾക്ക് ഇനി എന്താക്കണം, ഒന്ന് നാളെ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, നിങ്ങൾ നാളെ മറ്റേ ബോക്സ് തന്നെ എടുക്കണം ഒരാളിന്. അപ്പം ഈ ഒരു ഇടിയപ്പം 3 എണ്ണം ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എന്തായാലും ഇവർ കഴിച്ചോളും, വേസ്റ്റ് ആക്കൂല. പിന്നെ ഫ്രണ്ട്സെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ എക്സ്ട്രാ ഒന്നും കൂടിയും മറ്റുള്ള 2 ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല ഇടിയപ്പം കഴിഞ്ഞ റമദാൻ റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഐ ബട്ടൺ ഉണ്ട്, തൊട്ട് മേലെ ഐ ബട്ടൺ ഓരോരിക്കൽ 4 റെസിപ്പീസ് ടോട്ടൽ ഞാൻ ഇടും, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലിടും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും കണ്ടോക്ക്, നല്ല അടിപൊളി മസാലയും ഈ ഒരു ഇടിയപ്പവും. ഉണ്ടാക്കാത്താലും ഉണ്ടായാൽ എന്തായാലും ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഇപ്പം ഇവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ലഞ്ച് കൊടുക്കേണ്ടടുത്ത് ഞാനിപ്പോൾ സ്നാക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഫ്രൂട്ടിനെല്ലാം ഞാൻ തപ്പി നടക്കേണ്ടി വരും. ഹെൽത്തി ഫുഡ് മാത്രമേ ചെറിയ മോക്ക് കൊടുക്കലുള്ളൂ. എപ്പോഴെങ്കിലും ഇവർക്ക് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കട്ടെ. ഇവർക്ക് 2 ആൾക്കും എല്ലായിടത്തും ബാഗിൽ വെക്കുന്നുണ്ട്. ഇവളിത് ഉന്തിയിട്ട് ബാഗിൽ വെക്കുന്നുണ്ട്. 2 ആളെ ബാഗിലും നല്ല വെയിറ്റ് ഉണ്ട് പുസ്തകമെല്ലാമായിട്ട്. പിന്നെ അത് മാത്രമല്ല മൂത്ത മോക്ക് നിസ്കാരക്കുപ്പായുണ്ട്, അപ്പോൾ അതും സ്നാക്കും ഒരു കവറിലിട്ടിട്ടാണ് അവൾ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ വെറുതെ കിറ്റൊന്നും കൊടുക്കണമെന്നില്ല, ചെറിയൊരു ബോക്സല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവരും കൂടി റെഡി ആയിട്ടുണ്ട്. അമ്മന് നേരത്തെ സ്കൂളിൽ പോയിട്ടുണ്ട്, സൈക്കിൾ മേലാണ് അവനെ സ്കൂളിൽ പോക്ക്. പക്ഷേ എന്തായാലും ഞാനൊരു 10-15 മിനിറ്റ് ലേറ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഇവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ടല്ല പോവുക, എല്ലാവരും വേഗം സ്പീഡിലൊന്നും കഴിക്കൂലല്ലോ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഫുഡെല്ലാം കഴിക്കുക. അപ്പം അങ്ങനെ ഞാൻ ഇവരെയും കൊണ്ട് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നതിന് ഒരു ഹാൻഡ് കർച്ചീഫ് വേണമെന്ന് പറഞ്ഞിട്ട് അത് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോളെ സ്കൂളിൽ ക്ലാസ്സിലാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഓഫീസിലെല്ലാം പോയി അവരെ ലഞ്ചിൻ്റെ ഫീസ് അടച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് കേട്ടോ ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ ചെറിയ മോളെ LKGയിലെ ക്ലാസ് റൂമെല്ലാം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറും. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട്. ഇങ്ങോട്ടാണ് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും. പിന്നെ അവിടെ ചെറിയൊരു മിനി പാർക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കാണണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി ഈ മുറ്റത്ത് ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടിയും വർക്കുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കാണാമെന്ന് വിചാരിച്ചൊന്ന് കണ്ടുനോക്കിയതാണ്. ഇപ്പം ഇന്ന് ഫ്രീ ആയിട്ട് എല്ലാം കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 9 മണിക്ക് എല്ലാവരും പോയിട്ടുണ്ട്. സാധാരണ 10:15 ചെറിയ മോക്ക് ക്ലാസ്സിൽ കൊണ്ടാക്കൽ. അപ്പോൾ ഞാൻ 10:30 കൊണ്ടാക്കും. പിന്നെ ലഞ്ചും സ്നാക്കെല്ലാം ആ ടൈമിനാണ് കൊടുക്കൽ. അപ്പോൾ ആ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു തിരക്കായിരിക്കും. ഇപ്പം എനിക്ക് കുറേ ഫ്രീ ആയിട്ടുണ്ട്. ഇവിടുത്തെ അപ്പുറത്തെ സൈഡ് ഒരു പാർക്കുണ്ട്, അത് കുറച്ചും കൂടി വലിയ കുട്ടികളതേനും, അത് പഴയതാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടേനും എല്ലാ സ്കൂളും ഗവൺമെൻറ് സ്കൂളും എല്ലാം ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനെല്ലാം. അപ്പോൾ അന്നേരമാണ് പറഞ്ഞത് പണി നടക്കുന്നുണ്ട്, എന്തായാലും ഇൻഷാ അല്ലാഹ് വരുന്നുള്ളത്.
ഇനി അവിടെ കുറച്ച് നേരം നിന്ന് അപ്പോഴത്തെ ചേച്ചിമാരോട് വർത്താനം പറഞ്ഞ് പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ചെമ്മീൻ ഇടിയപ്പം കഴിക്കാൻ പോകുന്നതാണ്. നല്ല സോഫ്റ്റ് ഉള്ള ഇടിയപ്പാണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. റമദാൻ റെസിപ്പീസ് എന്നും പറഞ്ഞിട്ട് പിന്നെ നാടൻ ഫുഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്. അങ്ങനെയെല്ലാം നിങ്ങൾക്ക് തപ്പണ്ട, കുറേ നോക്കിയിട്ട് പ്ലേലിസ്റ്റായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ബാക്കി വെച്ച നമ്മുടെ അൺബോക്സിംഗ് ഉണ്ട്. ഞാൻ ആകെ സ്നാക്സ് ബോക്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചിട്ട് പോയതേനും. ഇന്നലെ വന്നതാണിത്, ഇന്നലെ വൈകുന്നേരം കിട്ടിയതേനും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് കിട്ടും എന്നുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓയിൽ ഇട്ട് വെക്കുന്ന ബോട്ടിലാണ്. ഞാൻ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് 150 ഉറുപ്പ്യക്കാണ്, പക്ഷേ ഇത് 195 ഉറുപ്പ്യക്ക് 2 ബോട്ടിലും പിന്നെ അത് ഒഴിക്കുന്ന ഈ ഒരു നാളെന്ന് പറയും അതും കിട്ടിയിട്ടുണ്ടേനു എനിക്ക്. അപ്പം നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം ലിങ്ക് ഇട്ടിട്ട് കിട്ടുമോയെന്നറിയില്ല. ഞാൻ മൊത്തത്തിൽ ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതെന്തായാലും ഒരു വീട്ടിൽ അത്യാവശ്യമാണ് കേട്ടോ. കാരണം എങ്ങനെയാലും നമ്മുടെ ഓയിലെല്ലാം ഒഴിക്കുന്ന സമയത്ത് മറിഞ്ഞു പോകും. അപ്പം ഇതാകുമ്പം സേഫ് അല്ലേ. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ മാത്രമേ അതിൻ്റെ അകത്ത് ബോട്ടിലുള്ളൂ, പക്ഷേ അതും 500 കറക്റ്റ് 500 ml മാത്രമേ വെക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി ഞാൻ അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കല. അപ്പം ഇത് കിട്ടിയാൽ എനിക്ക് വെളിച്ചെണ്ണയും ഒഴിക്കാം, വേണമെങ്കിൽ ബാക്കിയുള്ള ഓയിലും കൂടി ഒഴിച്ച് വെക്കാം. അതുകൊണ്ട് എക്സ്ട്രാ വാങ്ങി വെച്ചതാണ്. പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതാണെന്ന് തോന്നി. പക്ഷേ ഇത് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ അടപ്പുണ്ട്, അത് കുറച്ചൊരു ഹാർഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ അത് ഇട്ടുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് റെഡി ആവുമായിരിക്കും, അറിയില്ല. ഫസ്റ്റത്തത് ഓക്കെ കുഴപ്പമില്ല, പക്ഷേ രണ്ടാമത്തത് ഇടുന്ന ടൈമിന് കുറച്ചും കൂടിയും ഒരു ഹാർഡേനു. പക്ഷേ അതിൻ്റെ ലിഡ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്, കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. അതന്നെ ഭയങ്കര സേഫായിട്ട് തന്നെയാണ് നമുക്ക് പാക്ക് ചെയ്തിട്ടെല്ലാം തന്നിട്ടുള്ളത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ചെറിയൊരു 100 രൂപേൻ്റെ സാധനമാണെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അഥവാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാനും പറ്റും. ആ ടൈമിന് വീഡിയോ എടുത്താൽ വെച്ചാൽ മാത്രം മതി, റിട്ടേൺ അടിക്കാനെല്ലാം പറ്റും. അതുകൊണ്ട് സേഫാണ്. ഞാൻ UAE-യിൽ നിന്ന് തേമൂന്ന് പർച്ചേസ് ചെയ്ത സമയത്ത് മിനിമം 60 ദിർഹംസിൻ്റെ പർച്ചേസ് ചെയ്യണം. പിന്നെയും വേറോരോന്ന് ഓഫറും അതും ഇതും. വാങ്ങിയ സാധനം തന്നെ ചെറിയ നമുക്ക് ലെങ്ത്തൊന്നും ഇല്ല, പറ്റിയ പോലേനും. പക്ഷേ ചില സാധനങ്ങൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടേനും. പിന്നെ ട്രെൻഡ് ഓയിലിന് നല്ല സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എന്തായാലും കുറച്ച് എമൗണ്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് സാധനം കിട്ടും. പിന്നെ മീഷോന്നും കുറേ ആൾ പർച്ചേസ് ചെയ്യലുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഞാൻ ഇതുവരെ മീഷോന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത സാധനമൊക്കെ കാണിച്ചു തരാം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തൊട്ട് മുന്നേയുള്ള ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സ്പ്രേ ബോട്ടിൽ കുറേ ആഗ്രഹിച്ചിട്ടേനും എനിക്ക് UAE-യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അത് പൊട്ടിയിട്ട് എൻ്റെ കൈ മുറിച്ചിട്ട് 6 സ്റ്റിച്ചോളം ഉണ്ടേനും. കാരണം അത് വീഴുന്ന സമയത്ത് ഞാൻ പിടിച്ചപ്പം നമുക്ക് കൗണ്ടർ ടോപ്പിനോട് തട്ടിയതാണ്. പക്ഷേ ഇത് എനിക്ക് ഗോൾഡൻ, ഞാൻ കുറേ കളിച്ചപ്പോൾ ഗോൾഡൻ എല്ലാവരും കിട്ടിയത്, പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഗോൾഡൻ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് ദോശയും പരുത്തിപ്പത്തിൻ്റെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറേ നെയ്യൊന്നും വേസ്റ്റായി പോവില്ല. അപ്പം ചെറുതായിട്ട് എയർ ഫെയറിലെല്ലാം നമുക്കിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിന് 162 രൂപയേ ഉള്ളൂ, 68% ഓഫർ എന്നെല്ലാം കാണുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പറയട്ടാ. കാരണം എനിക്ക് ഇത് വലിയ ഐഡിയ ഇല്ല, ഇതെങ്ങനെയാണ് ലിങ്ക് ഇടേണ്ടതെന്നൊന്നും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ അടുത്തൊരു സാധനമാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ടായിട്ടില്ലേ സാധനം. ഇത് നമ്മുടെ സിലിക്കോണിൻ്റെ സാധനമാണ്. ഇതിൽ മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേനും, അത് നോർമൽ ടൈപ്പാണ്. അപ്പം ഇതൊരു വെറൈറ്റി ആയിട്ട് കണ്ടിട്ട് മേടിച്ചതാണ്. നമ്മുടെ പാത്രങ്ങളെല്ലാം ചൂടുള്ള പാത്രങ്ങൾ പെട്ടെന്ന് നമുക്ക് അടുപ്പത്ത് നിന്നെല്ലാം പിടിച്ചിട്ട് വെക്കേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് സേഫായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളിലെല്ലാം വെക്കാം കേട്ടോ. അതും നല്ല രസമുണ്ട് കാണാൻ. ഇതിന് 163 രൂപയാണ്, 60% എന്നെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ക്യൂട്ടായിട്ടുള്ള ഡെക്ക് പോലെയില്ലേ, മോള് കളിക്കുന്ന സാധനമാണെന്ന് വിചാരിച്ചിട്ട് എടുത്തു കൊണ്ടുവന്നതിന്. അപ്പം ഞാൻ പറഞ്ഞ ഉമ്മാക്ക് കിച്ചണിൽ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മെല്ലെ ഇങ്ങ് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇനി അടുത്ത സാധനം ഇത് ഓൺലൈനിലൊന്നും വാങ്ങിയതല്ല കേട്ടോ, നമ്മുടെ കുടുംബസംഘം വേണ്ടി ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മക്കൾക്ക് കിട്ടിയതാണ് പ്രോത്സാഹനമായിട്ട്. നല്ലൊരു കിച്ചൺ ഒരു ബോക്സാണ്. ഞാൻ വിചാരിച്ചിട്ട് വാങ്ങണമെന്ന്. നമുക്ക് പരിപ്പ്, കടല, നട്ട്സ് അങ്ങനെയെല്ലാം ഇട്ട് വെക്കാം. അപ്പം ഒരു ബോക്സിൽ 2 എണ്ണം ഉണ്ട്. അപ്പം അങ്ങനെ 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാനുണ്ടല്ലോ നമ്മുടെ ന്യൂട്ടെല്ല അതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിൽ, പിന്നെ നമ്മുടെ ടീ പൗഡർ, അതിൻ്റെ എല്ലാം ബോട്ടിൽ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് ആ ഒരു കവറെല്ലാം പറിച്ച് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുക. അതെല്ലാം കുപ്പി ആയതുകൊണ്ട് നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിക്കും. ഞാൻ UAE സമയത്ത് എൻ്റെ കിച്ചൺ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ മൊത്തത്തിൽ ചായപ്പൊടീൻ്റെ പാത്രവും പിന്നെ ന്യൂട്ടെല്ലിൻ്റെ കുപ്പി, അതുമാത്രമല്ല ഐസ്ക്രീം, ഈ ഗ്ലൂവിൻ്റെ ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണ് ഞാൻ മീനെല്ലാം ഇട്ട് വെക്കൽ. ഒന്നും കളയൂല കേട്ടോ. ഇപ്പം കാണിച്ച ഈ ഒരു കപ്പ് ഉണ്ടല്ലോ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. എനിക്ക് 4ാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഫുഡ് കോമിറ്റി
കോമ്പറ്റീഷന് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫാമിലി മീറ്റിന്. അപ്പം ഞാൻ ഉന്നക്കായ് പോളിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചെറിയ സ്ഥലം വെച്ചിട്ടുള്ള രണ്ടാമതുള്ളത് ഞാൻ ഉണ്ടാക്കിയതാണ്. കുറേ ബനാന നമ്മളെ നേന്ത്രപ്പയിലെ അതിനെ കൊണ്ടുള്ള ഐറ്റംസാണ് ഇപ്പോൾ ഫുൾ കാണിച്ചിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു 15-16 തരേണ്ടതിനും. പക്ഷേ പുളിയാരൽ, കട്ട്ലൈറ്റ്, അതുപോലെ പുഴുക്കിനാണ് 1ാം സമ്മാനം കിട്ടിയിട്ടുള്ളത്. പച്ചക്കായനെ കൊണ്ട് പോയിക്ക് അതെൻ്റെ ഓർമ്മയിലേ ഉണ്ടായിട്ടില്ലേനും ആ ഒരു പോയിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് മധുരത്തെക്കാളും ഇഷ്ടം എരിവാണല്ലോ. അപ്പം ബീഫ് ഇട്ടിട്ടുള്ളതിനാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. കുടുംബസംഗമെല്ലാം വെക്കുന്ന സമയത്ത് നമ്മുടെ കാണാത്ത ആൾക്കാരാ ഉമ്മമാരെല്ലാം നമ്മൾ കാണും, പരിചയമാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം അത് നമ്മളെ മക്കൾക്കും കുടുംബക്കാരെല്ലാം പരിചയമാവും. അവർ നല്ല ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മയും ഉമ്മാമക്കും ഓലിക്കെല്ലാം ഭയങ്കര ഹാപ്പി. കാരണം അവരുടെ കുടുംബക്കാരെല്ലാം ഓരോരിക്കലും പോകില്ല, അടുക്കളയിൽ തന്നെയല്ലേ ഉണ്ടാവുക. ഇങ്ങനെ എപ്പോഴെങ്കിലും പോകുമ്പോഴല്ലേ അവർ കാണുകയെല്ലാം ചെയ്യുക. അപ്പം ഇനിയും നമുക്ക് ഒരു മാസത്തിൽ കാണണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ചെറിയ മക്കളെല്ലാം നമുക്ക് പരിചയം ഉണ്ടാവില്ല, കുറേ നമ്മളെ കുടുംബത്തിലുള്ള. അപ്പോൾ ഓരെല്ലാം നമുക്ക് കാണാം, പരിചയപ്പെടാം, നല്ലൊരു അടുപ്പെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം ഒരു ഫാമിലി മീറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു നല്ലൊരു ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലേനും പിന്നെ നമ്മൾ ബിരിയാണിയെല്ലാം കഴിച്ച് അങ്ങനെ കുറേ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടേനും. പിന്നെ രണ്ടാമത് കിട്ടിയ ബോക്സും മക്കൾക്ക് പ്രോത്സാഹനമായിട്ട് കിട്ടിയതാണ്. അതിൽ ക്രയോൺസും പിന്നെ പെൻസിലും ഉണ്ടേനും. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു സാധനം എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ട് വാങ്ങിച്ചതാണ്. ട്രെൻഡിങ് ആയിട്ട് കണ്ടിട്ടുണ്ടേനും. നമ്മുടെ കാറിൽ വെക്കുന്ന മാഗ്നറ്റ്. ഞാൻ മാഗ്നറ്റാണെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് സ്റ്റിക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു വൈബ്രേഷൻ ആയിരുന്നു. നല്ല രസമുണ്ടാകും, പൂക്കളല്ലേ. അപ്പോൾ എനിക്കത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇൻസ്റ്റാഗ്രാമിലും ഇത് ഭയങ്കര ട്രെൻഡായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഫുൾ ടൈം വണ്ടിയിൽ തന്നെ ഉള്ള ആളാണ്. അപ്പം ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിൻ്റെ പിറ്റേന്നാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ വണ്ടിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ അടുത്ത പ്രാവശ്യം കാണിക്കാം. കാരണം ഉണ്ടല്ലോ, ഇന്ന് നേരത്തെ സ്കൂൾ വിടും, 2:30 മണിക്ക് സ്കൂൾ വിടും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മക്കളെ കൂട്ടാൻ പോകണം. ഇനി വീഡിയോ എടുത്താൽ നടക്കൂല. അവനും നേരത്തെ വിട്ടിട്ടുണ്ട്. അവൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. 11 മണിക്ക് തന്നെ സ്കൂൾ വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇനിയും പുതിയ വീഡിയോ ആയിട്ടും ഇതിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ, അസ്സലാമ.